ഗ്യാസില്ല പറഞ്ഞിട്ട് ആരും ബുദ്ധിമുട്ടരുത്. അങ്ങനെ അതിനും നമ്മളൊരു പരിഹാരം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി പ്രത്യേകിച്ച് കുക്കിംഗ് ഒന്നും അല്ല കേട്ടാ, നമ്മൾ എങ്ങനെ ഇനി കുക്ക് ചെയ്യാന്നുള്ളത് കാണിക്കാൻ വേണ്ടി പോവാണ്. കാരണം നമ്മുടെ നാട്ടിലിപ്പോൾ പ്രതിസന്ധികളൊക്കെ അറിയാലോ, ഗ്യാസിന് ഭയങ്കര ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഹോട്ടലുകളൊക്കെ അടച്ചു പൂട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം ഗ്യാസ് കിട്ടാനില്ല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഇനി ഗ്യാസും വേണ്ട, കറണ്ടടുപ്പും വേണ്ട, വിറകടുപ്പും വേണ്ട, എല്ലാത്തിനും ഒരു സൊല്യൂഷനായിട്ട് നമ്മൾ വന്നിരിക്കേണ്ട. അപ്പോൾ ഇതെന്താ സാധനം അറിയോ? ഇതാണ് RR സ്റ്റവ്. RR സ്റ്റവ് പറഞ്ഞാൽ രതീഷ് റോക്കറ്റ് സ്റ്റവ്. നമ്മൾ നാട്ടിൽ പലതരത്തിലുള്ള റോക്കറ്റ് സ്റ്റവ് കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ ആ സാധനമല്ലത്, ഇതിന് ഒരുപാട് പ്രത്യേകത ഉണ്ട്. ആ പ്രത്യേകത എന്താണെന്ന് പറയുന്നതിന് മുന്നായിട്ട് നിങ്ങൾ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം എന്താ പറയുക, ഇത് ആവശ്യമുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അവരിലേക്ക് എത്തിക്കാൻ വേണ്ടി നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം തോട്ടമുള്ള ആളുകൾ, അതേപോലെ തന്നെ യാത്ര ചെയ്യുന്ന ആളുകൾ, നിലവിൽ വിറകടുപ്പിൽ കുക്ക് ചെയ്യുന്ന ആളുകൾ, നിലവിൽ പുറത്ത് ഔട്ട്സൈഡ് കുക്ക് ചെയ്യുന്ന ആളുകൾ, ഇതൊക്കെ പറയാൻ കാരണം എന്താ പറയുക, ഞങ്ങളുടെ വീട്ടിലൊക്കെ ഞങ്ങളിപ്പോഴും പുറത്താണ് വലിയ കുക്കിംഗ് ഒക്കെ ചെയ്യുക. ചെറിയ കുക്കിംഗ്, നമ്മുടെ ഉപ്പേരി ഉണ്ടാക്കുക, അതുപോലെ ഓംപ്ലേറ്റ്, അതേപോലെ തന്നെ വീട്ടിൽ കറികൾ ഉണ്ടാക്കാനൊക്കെ എമർജൻസി കാര്യങ്ങളാണ് നമ്മൾ ഗ്യാസ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ ഗ്യാസ് ഇപ്പോഴും തീർന്നില്ല. നമുക്കൊരു 1.5 മാസം 2 മാസമൊക്കെ നമുക്ക് ഗ്യാസ് കിട്ടാറുണ്ട്. അപ്പോൾ ഇത് തീർന്നു കഴിഞ്ഞാൽ ഞങ്ങളും ബുദ്ധിമുട്ടിലാണ് കേട്ടോ. പക്ഷേ ഇനി ആരും ഗ്യാസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കേണ്ട. ഗ്യാസോ ഇനി മണ്ണെണ്ണയോ ഇനി ഇലക്ട്രിക് സ്റ്റവോ ഒന്നും ഇല്ലെങ്കിലും നമുക്ക് എന്ത് കേട്ടാ, കുറച്ച് വിറക് ഇതുപോലെ കുറച്ച് വിറകുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ സുഖമായിട്ട് കുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഇതിന് പ്രത്യേകതകൾ ഒരുപാടുണ്ട് പറഞ്ഞില്ലേ. ഈ സാധനം മുഴുവൻ നമുക്ക് അഴിച്ച് കൊണ്ടുപോയിട്ട് നമുക്ക് എവിടെയാണ് നമുക്ക് ആവശ്യമുള്ളത് അവിടെ കൊണ്ടുപോയി ഫിറ്റ് ചെയ്യാം. ഇത് ഏകദേശം ഒരു 7 കിലോ ആണ് നമുക്ക് വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇത് നമുക്ക് വളരെ ഈസിയായി നമുക്ക് കാറിൽ ഡിക്കിയിലൊക്കെ വെച്ച് നമുക്ക് പുറത്തൊക്കെ യാത്ര ചെയ്യുമ്പോൾ ട്രിപ്പൊക്കെ അടിക്കുന്ന ആളുകൾ, ക്യാമ്പിന് പോകുന്ന ആളുകൾക്കൊക്കെ വളരെ സൗകര്യമുള്ളൊരു സാധനമാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ ചിലവിൽ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ക്യാമ്പിനൊക്കെ പോകുമ്പോൾ ചെറിയൊരു ഗ്യാസ് സ്റ്റവാണ് നമ്മൾ കൊണ്ടുപോകണം. അതിൽ ചെറിയൊരു ടിന്നായിരിക്കും. ആ ടിന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ കുക്കിംഗ് പകുതി വെച്ച് നിൽക്കും. ഇത് നമുക്ക് എന്തെങ്കിലും വല്ല ചുള്ളിക്കമ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് എടുത്തിട്ട് കത്തിക്കട്ടാം. ഇതിപ്പോൾ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന വിറക് ഏകദേശം ഒരു 10 രൂപ വില മതിക്കും. അത് പറയാനുള്ള കാരണം എന്തറിയോ, നമ്മുടെ നാട്ടിൽ ഒരു തൂക്ക് വിറകിന് 60-70 രൂപയാണ് വില. അപ്പം നമ്മൾ ഇത്രയും വിറക് കൊണ്ട് നമ്മൾ ഒരു കലം വെള്ളം തിളപ്പിക്കാനുള്ള പരിപാടിയാണ്. തിളപ്പിച്ച് നിങ്ങളെ കാണിക്കും കേട്ടോ. നമ്മുടെ അടുപ്പിന് പവർ എന്നാണ് നമ്മൾ നിങ്ങളെ കാണിക്കും. അതേപോലെ തന്നെ ഈ അടുപ്പിന് വേറെ കുറേ പ്രത്യേകതകൾ കേട്ടോ. ഇപ്പം നമ്മൾ പുറത്താണ് കുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഓക്സിജൻ ഇതിൽ കൂടെ കടന്നു ചെന്ന് ഇതിനെ ഫയറാക്കി ഇവിടെ കത്തും. ഇനിയിപ്പോൾ നമ്മൾ അകത്താണ് കുക്ക് ചെയ്യണമെങ്കിൽ, വീടിൻ്റെ അകത്ത് വേണമെങ്കിൽ നമുക്ക് കുക്ക് ചെയ്യാം. ആ കുക്ക് ചെയ്യുന്ന സമയത്ത്, അകത്ത് കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് സാധാരണ പുറത്തുള്ള കാറ്റ് നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് കാണിക്കുന്നു, ഇവിടെ ഒരു ഫാനും കൂടി നമ്മൾ കൊടുത്തിട്ട് കത്തിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് സാധനം ഒരുപാട് നമുക്ക് പുറത്ത് അവൈലബിൾ ആണ് ഇത് വാങ്ങിക്കാനായിട്ട്. പക്ഷേ അതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ, സാധനങ്ങളൊക്കെ പരിഹരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ ഒരുപാട് പരീക്ഷണം കഴിഞ്ഞു കേട്ടോ. 3-4 ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു സാധനം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഇത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ രതീഷ് ഉണ്ടാക്കി തരും കേട്ടോ. RR സ്റ്റവാണ്. രതീഷാണ് ഇത് പൂർണ്ണമായിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുക. അതിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ ഇവിടെ നിന്ന് റീപ്ലൈ തരും. അതേപോലെ തന്നെ നിങ്ങൾക്ക് വെബ്സൈറ്റിലൂടെ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ട്, www.mazara.in എന്നാണ് വെബ്സൈറ്റിൻ്റെ പേര്. അതിൽ ബുക്ക് ചെയ്താലും നിങ്ങൾക്ക് സാധനം കിട്ടും. ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ പറയാം. പിന്നെ അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇത്തിരി ശ്രമകരമായ ജോലിയാണ്, കുറച്ച് പണിയുള്ള കേസാണ്. അപ്പം നിങ്ങൾ ഇന്ന് ബുക്ക് ചെയ്ത് നാളെ തന്നെ വേണം പറഞ്ഞാൽ പറ്റില്ല. ഒരു 10 ദിവസത്തിനകത്ത് എപ്പോൾ വേണമെങ്കിലും ഡെലിവറി ചെയ്ത് തരും അല്ലേ. അപ്പോൾ സാധനം കിട്ടും, 100% ഉറപ്പ് കിട്ടാം. ഇതേപോലെ തന്നെ കിട്ടും. ഇതിന് ഒരുപാട് ഇതുണ്ട്. എല്ലാ സാധനങ്ങളും അഴിച്ചെടുക്കുക, എല്ലാ സാധനങ്ങളും അഴിച്ച് നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് വളരെ ഉപകാരമാണ്, നിങ്ങൾക്ക് ഭയങ്കര ലാഭമുണ്ട്. അപ്പോൾ ഗ്യാസിൽ കുക്ക് ചെയ്യാനാലും ഇനി കറണ്ടടുപ്പിൽ കുക്ക് ചെയ്യാനാലും മറ്റേ വിറകടുപ്പിൽ കുക്ക് ചെയ്യാനാലും, വിറകടുപ്പിൽ ഈ വിറക് കൊണ്ട് നമുക്ക് ഒരു കലം വെള്ളം നമുക്ക് എന്തായാലും തിളപ്പിക്കാൻ പറ്റില്ല. ഇത് നമ്മൾ ഒരു കാലം ഒരു 5-8 ലിറ്റർ വെള്ളം ഇപ്പോൾ നിങ്ങളെ തിളപ്പിച്ച് കാണിച്ചാൽ അത് കഴിഞ്ഞിട്ടും സാധനം ബാക്കിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതെങ്ങനെ നമുക്ക് കുക്ക് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ നമ്മളൊന്ന് സെറ്റ് ചെയ്തിട്ട് അല്ലേ ഇതെങ്ങനെ കത്തിക്കുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇത് കത്തിക്കാനായിട്ട് 2 രീതിയുണ്ട്. ഒന്ന് ഇതിൽ കൂടെ നമുക്ക് കത്തിക്കാൻ പറ്റും, രണ്ടാമത്തെ ഇതിൽ കൂടെ നമുക്ക് കത്തിക്കാൻ പറ്റും. ഇത് നമുക്ക് ഏറ്റവും ഈസി ഇതിൽ കൂടെ കത്തിക്കണം. ഇതെടുക്കാൻ പറ്റും സാധനം. എന്നിട്ട് നമുക്ക് ഒരു പേപ്പർ അതിൽ ആദ്യം ഒരു സ്റ്റാർട്ടറായിട്ട് കത്തി വിടുക. ഇതുപോലെ ഒരു പേപ്പർ കത്തിച്ച് ഉള്ളിലിടുക. ഇനി കുറച്ച് ചെറിയ പീസ് വിറകുകൾ ടോട്ടോ ഇതല്ല, ചെറിയ പീസ് വിറകുകൾ ഇതിനകത്ത് ഇടുക. ഇതിട്ടപ്പോൾ തന്നെ കാറ്റ് ഇതിനകത്ത് കൂടെ കയറുമ്പോഴാണ് ഇത്രയും ഫയറാണ് കേട്ടോ. ഇനി നമുക്ക് ഇത് വെച്ച് വിടാം. ഇനി വിറകിടണം നമ്മൾ ഇതിൽ കൂടെയാണ് കേട്ടോ. ഇതിൽ കൂടെ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് 2-3 കഷ്ണം വിറകിട്ട് കൊടുത്താൽ മതി. ഒരുപാട് വിറകൊന്നും ആവശ്യമില്ല. ഇതാണ് അതിനുള്ളിലേ വെച്ച് കൊടുക്കുക. നമുക്ക് ഇതുപോലെ ചെറിയ 2-3 കഷ്ണം വിറകിടുക. ഇനി നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല, ഇത് അടച്ചു വെക്കാം. ഇത് അടച്ചു വെക്കാം. ഇത് പൂർണ്ണമായിട്ട് പുകയില്ല എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ഇത് റോക്കറ്റ് സ്റ്റൗറിന് ആളുകൾ വിൽക്കുന്നത് പുകയില്ലാ തണുപ്പതാണ്. പക്ഷെ പുകയില്ല എന്നൊന്നുമല്ല, ഇതിൽ പുകയൊക്കെ വരും. കാരണം ഇത് നമ്മൾ വിറകായിട്ട് കത്തിക്കുന്നത്, പുകയും അതിൻ്റെതായിട്ടുള്ള ചാരങ്ങളും ഉണ്ടാകും. പക്ഷെ ഒന്ന് സ്റ്റേബിളായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുക വരില്ല. ആദ്യം കത്തുമ്പോൾ ചെറിയ പുകയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ അത്ര പുകയൊന്നുമില്ല, ഒരുപാട് പുക വരില്ല.
എങ്കിലും ചെറിയ ചെറിയ പുകയൊക്കെ വരും. അതുപോലെ തന്നെ ഇത് നമ്മൾ ഹൈ ടെമ്പറേച്ചർ പെയിന്റ് ആണ് ഇതിനകത്ത് അടിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് സ്റ്റീൽ വേണമെങ്കിൽ സ്റ്റീൽ വാങ്ങുന്നതായിരിക്കും കുറച്ചുകൂടെ ഉപകാരമായിരിക്കും അല്ലേ. കാരണം ഈ പെയിന്റ് എന്തായാലും അടന്നു നമ്മൾ ഹൈ ടെമ്പറേച്ചർ അടിച്ചാൽ പോലും ഇത് നിങ്ങൾക്ക് ഇപ്പോൾ കത്തുമ്പോൾ കാണാം. ഇപ്പം നമ്മൾ ജസ്റ്റ് കത്തിച്ച് ഇവിടെ സ്റ്റാർട്ടായിട്ടേ ഉള്ളൂ കേട്ടോ. സ്റ്റാർട്ടായി കഴിഞ്ഞാൽ നമുക്കിത് ക്ലോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫാനൊക്കെ കൊടുത്ത് നമുക്ക് കത്തിക്കുന്നത് കാണിക്കാം. ഇവിടെ പുറത്താണെങ്കിൽ നമുക്ക് ഫാനിൻ്റെയോ സാധനങ്ങളൊന്നും ആവശ്യമില്ല. അത് ഓട്ടോമാറ്റിക് കാറ്റിലാണ് ഇത്രയും തന്നെ കത്തുന്നത്. പുക ചെറുതായിട്ടുണ്ടാവും, അത് നിങ്ങൾ കാര്യമാക്കണ്ട. കാരണം പുകയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കാരണവശാലും അത് വിൽക്കാൻ പറ്റില്ല. പിന്നെ ഇതുപോലെ പെയിൻറ്റിൻ്റെ ചെറിയൊരു പ്രശ്നമല്ലേ. അപ്പോൾ പെയിൻറ്റ് അടിക്കാത്തതാണ് ഏറ്റവും നല്ലത്. സ്റ്റീലിൻ്റെ സാധനം ബുക്ക് ചെയ്ത് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ ഇത് നോർമലി നമ്മളിപ്പോൾ ആകെ ഒരു 2-3 കഷ്ണം വിറകെ ഇതിനകത്ത് ഇട്ടിട്ടുള്ളൂ. അതിലാണ് ഇത്രയും ഫയറാണത്. പിന്നെ അതല്ല നമ്മൾ ഒന്ന് ഫാനൊന്നും കൊടുക്കാണ്ടാണ് ഈ കത്തൽ. ഫാൻ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് കത്തൽ എന്താണെന്ന് നമ്മൾ കാണിച്ചു തരാം. ഇവിടെ കാറ്റായതുകൊണ്ട് ഫാനിന് അത്ര ഫീൽ ഉണ്ടായാലും എങ്കിലും നമുക്ക് നിങ്ങളെ കാണിച്ചു തരാൻ പറ്റും. ഇനി നമുക്ക് ഒരു ഫാൻ ഇട്ടാൽ അത് നമ്മൾ ഇൻഡോർ കുക്ക് ചെയ്യാനാണ്. നമുക്ക് ഔട്ട്ഡോറിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഫാനിൻ്റെ ആവശ്യമില്ല. ഫാൻ ഇട്ടാൽ കുറച്ചുകൂടെ നല്ല എഫിഷ്യൻ്റായിട്ട് കത്തും കേട്ടോ. പക്ഷേ ഇത് നമ്മൾ ഔട്ട്ഡോറിലേക്ക് കുക്ക് ചെയ്യാൻ വേണ്ടി ഒരു റെഗുലേറ്റർ നമ്മൾ കൊടുത്തിട്ടുണ്ടെന്നാ. ഇതാണ് റെഗുലേറ്റർ. റെഗുലേറ്ററിൽ നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം, കൂട്ടാൻ കുറയ്ക്കൊക്കെ ചെയ്യാം. ഇത് AC ഫാനാണ്. ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ നിന്നൊരു സാധനം കൊടുത്തിട്ടുണ്ട്. ഇത് ഫ്രണ്ടിലേക്ക് തന്നെ നമ്മൾ വെക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും തിരിച്ച് വെക്കരുത്. ഇത് സാധാരണ നമ്മൾ തിരിച്ച് ഇങ്ങനെയാണ് വെക്കുക. നമുക്ക് എക്സോസ്റ്റ് ചെയ്യാനുള്ള ഫാനാണിത്. പക്ഷേ നമ്മൾ എക്സോസ്റ്റ് ചെയ്യുന്ന പകരം നമ്മൾ എന്ത് കാണിക്കണം, ഇത് കാറ്റിനെ വലിച്ച് ഉള്ളിലേക്ക് കൊടുക്കാനുള്ള പരിപാടി നമ്മൾ ചെയ്യണം. ഫ്രണ്ട് സൈഡിൽ നിന്നുള്ള ഭാഗം തന്നെ ഈ ഔട്ട് സൈഡിൽ വെക്കണം. ഇതൊരു കാരണവശാലും ഇങ്ങനെ തിരിച്ച് വെക്കരുത്. ഇങ്ങനെ തിരിച്ച് നമ്മൾ വെക്കുന്ന സമയത്ത് ഇതിൽ അകത്തുള്ള തീ പുറത്ത് വലിച്ച് ഈ ഫാന് കംപ്ലൈൻ്റ് ആകാനുള്ള സാധ്യതയുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇങ്ങനെ തന്നെ എപ്പോഴും നമ്മൾ വെക്കാനേ ശ്രദ്ധിക്കുക. കൊടുത്താൽ ഇവിടെ സീറ്റിംഗ് ആയി. പിന്നെ ഫാൻ ഉപയോഗിക്കുന്നുണ്ട് അധികം കറണ്ട് ബില്ലാകുന്നൊന്നും പ്രതീക്ഷിക്കണ്ട. നമ്മളൊരു മൊബൈൽ ചാർജ് ചെയ്യുന്ന അത്രയും തന്നെ കറണ്ട് ഇതിന് ആവശ്യമുള്ളൂ. ഇനി നമുക്ക് ഏകദേശം സ്വിച്ച് ഓൺ ആക്കുക. നമ്മൾ സ്വിച്ച് ഓൺ ആയി കഴിയുമ്പോൾ ഇവിടെ ഓഫായിരിക്കും. ഇത് ഇതുണ്ടാ നമുക്കിന് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ തിരികെ കാണാം. ഇത് നമുക്ക് ഫുൾ സ്പീഡിൽ വെക്കാം. ഇനി നമ്മളിവിടെ കത്തുന്നതിൻ്റെ ഫോഴ്സ് നോക്കിക്കോട്ടാ. ചാരവും പുകയൊക്കെ കൂടി വരാൻ തുടങ്ങി. ഇത്രയുള്ള ചെറിയൊരു ഫാൻ മതി നമുക്ക്. സാധാരണ ഗ്യാസ് കത്തുമ്പോൾ തന്നെ സാധനം കത്തുന്നുണ്ടാ. അതിൻ്റെ ശബ്ദമാണ് നമുക്ക് ആ സമയത്ത് ഇവിടെ ഇതിൽ കൂടെ തുറന്നാൽ ഇതിൽ കൂടെ ചെറുതായിട്ട് ഫയർ വരാനുള്ള സാധ്യതയുണ്ട്. ഇതണ്ട ഇതിൽ കൂടെയാണ് ഇങ്ങനെ നമ്മൾ അടച്ചു വെക്കുന്നതാണ് സേഫ്. എപ്പോഴും ഇതിങ്ങനെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ വിറകും കാര്യമായിട്ട് കത്തില്ല. ഇവിടെ നല്ലോണം ഫയറും ഉണ്ടാവും. എന്താ രസമില്ല കത്തണ ഇത്. ശരിക്കും നമ്മുടെ ഗ്യാസിനേക്കാളും ഇതിലാണ് കത്തുന്നത് കേട്ടോ. ഇത് നമുക്ക് കാറ്റോട്ടത്തുള്ള സ്ഥലത്താണ്. ഉള്ളിലേക്കാണെങ്കിൽ സംഭവം വെള്ളം പെട്ടെന്ന് തിളയ്ക്കും. അതേപോലെ തന്നെ ചാരം എടുക്കുന്നതിൻ്റെ ചാരം കണ്ട അതിന് പുറകെ കൂടെ നമുക്ക് ഇങ്ങനെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൽ ചാരം വരും. ഇത് സാധനം നമുക്ക് ഈ ഫാൻ വർക്ക് ചെയ്ത സമയത്ത് അത് ഇട്ട് വെക്കണം നല്ലത്. അല്ലാത്ത സമയത്ത് ഊരി വെച്ചാലും കാറ്റ് ഇതിൽ കൂടെ പോയി നമുക്ക് ഫയർ നല്ലോണം കിട്ടും. അപ്പോൾ ഇത് വേണ്ടവർക്ക് ഞാൻ വാട്സപ്പ് നമ്പർ കൊടുക്കുക. ആ വാട്സപ്പിൽ ബന്ധപ്പെട്ട് നമ്മുടെ കുട്ടികളായിരിക്കും കൊടുക്കുന്നത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും രതീഷ് ഉണ്ടാക്കി തരും. ഇതേപോലത്തെ ഒരു സാധനം അല്ലേ, ഇതേ ബിൽഡ് ക്വാളിറ്റിയിൽ തന്നെ ഇതേപോലത്തെ ഒരു സാധനം നിങ്ങൾക്ക് ഉണ്ടാക്കി തരും. ഇതിന് വില വരുന്നത് ഏകദേശം ഇപ്പോൾ ഒരു 10,3600 രൂപ നിങ്ങളുടെ കയ്യിലെത്തുമ്പോൾ വരുന്നുണ്ട് ഈ സാധനം. പിന്നെ ഇരുമ്പിൻ്റെ വില കൂടുതലും കുറഞ്ഞതിനനുസരിച്ചിട്ട് നമുക്കിതിൻ്റെ പ്രൈസിൽ ചേഞ്ച് ഉണ്ടാകും കേട്ടോ. ഇപ്പോൾ നമുക്കൊരു ഇതിൻ്റെ എല്ലാ ലേബറും സാധനങ്ങളും അതുപോലെ തന്നെ ഇതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കുന്നത് ഫാനും അതിൽ റെഗുലേറ്റർ സാധനങ്ങൾ ഇതിൻ്റെ വയറ് സാധനങ്ങൾ കൂടി ഒരു 3600 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ സാധനം നിങ്ങളുടെ വീട്ടിലെത്തും. ഇപ്പോൾ രതീഷിനോട് വെറുതെ ഇരിക്കുന്ന സമയത്ത് പല സാധനങ്ങളും പരീക്ഷണം നമ്മുടെ ഒരു വർക്ക്ഷോപ്പുണ്ട്. ആ വർക്ക്ഷോപ്പിലാണ് പല പരീക്ഷണം നടക്കുക. ആ പരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വിജയിപ്പിച്ചെടുത്തൊരു സാധനമാണത്. അപ്പം 100% നിങ്ങൾക്ക് ഗ്യാരൻറ്റിയോടുകൂടി വാങ്ങാം. പിന്നെ ഇത് കംപ്ലൈൻറ്റ് ആകാനൊന്നുമില്ല. ഇതിലുള്ള കംപ്ലൈൻറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കംപ്ലൈൻ്റ് അല്ല, അത് ഇങ്ങനെ കറുത്ത സാധനം മേടിക്കുന്ന സമയത്ത് ഇതിന് പെയിൻറ്റ് ഇവിടേക്ക് ഇളകി പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം ഇത് ഫുള്ള് ചൂടാകുന്നതുകൊണ്ട് ഇവിടേക്ക് ഇളകി പോകാനുള്ള സാധനമുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ GS ഷീറ്റ് അങ്ങനെ നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ ഇത്തിരി ഭംഗി കുറവാണെങ്കിലും അത് അതുപോലെ തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ സംഗതി വെള്ളം നമ്മുടെ തിളച്ചോട്ടാ. നമുക്ക് വിറക് ചിലവ് വന്ന് ആകാതണ്ട. ഇത് ഇത്ര വിറക് പകുതി വിറക് ചിലവ് വന്നിട്ടുണ്ട്. വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഇവിടെ. അപ്പോൾ ഇത് നമ്മൾ രാത്രി വൈകുന്നേരം സമയത്ത് ഷൂട്ട് ചെയ്തത്. എന്തറിയോ, ഇവിടെ നല്ല കാറ്റാണ് കേട്ടോ. അപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ടാണ്, ഇത് എങ്ങനെ കത്തുന്നുള്ളത് കാണാൻ വേണ്ടിയിട്ടാണ്. രാത്രി ആകുമ്പോൾ ഇതിന് ഫ്ലെയിം കൃത്യമായി കാണുമല്ലോ. അതാണ് ഈ കാറ്റടിക്കുന്നതുകൊണ്ടാണ് അത്രയും. കാറ്റിൽ തന്നെ ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ ഈ സാധനം തിളച്ചിട്ടിട്ടതാണ് സംഭവം. നമ്മൾ തുറക്കുമ്പോൾ തീ കുറയുണ്ട്. ഇത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ എന്താ പൂന്ന കാറ്റിലൂടെ എല്ലാം കത്തി വരും കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് ആവശ്യമുള്ളവർക്ക് നമ്മൾ വാട്സപ്പ് നമ്പറോട് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സും കൊടുക്കുക. ആവശ്യമുള്ളവർക്ക് കയറി ബുക്ക് ചെയ്തോളെ. ബുക്ക് ചെയ്യാൻ പറ്റാത്തവർ വാട്സപ്പിലൂടെ ബുക്ക് ചെയ്തോളൂ കേട്ടോ. സാധനം അടിപൊളി സാധനമാണ്. നല്ല സൂപ്പറായിട്ട് നല്ലൊരു ഉപകാരിയായ സാധനം കേട്ടോ. എവിടെയും കൊണ്ടുപോകാം. നമുക്ക് വീട്ടിൽ വിറകൊക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വെള്ളം തിളപ്പിക്കാനോ അത്യാവശ്യം ചോറ് വെക്കാനോ കറി വെക്കാനോ പുറത്ത് ഔട്ട്ഡോർ കുക്കിങ്ങിനൊക്കെ നമുക്ക് ഇത് ഭയങ്കര ഉപയോഗപ്രദമായിരിക്കും. അപ്പോൾ എന്തായാലും ഇതിൽ നല്ല അടിപൊളി വീഡിയോ വീണ്ടും കാണാം. ബൈ.